ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ടോപ്പ് 20 സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഇതാ. Here we go. Hello once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സോഷ്യോളജിയുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിൽ കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. പാർട്ട് എ, ഇന്ത്യൻ സൊസൈറ്റി. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്രയർ നോളജ് അബൌട്ട് ദ സൊസൈറ്റി ഇൻ ദ ലേണിംഗ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജി പഠിക്കുന്നതിലൂടെ സൊസൈറ്റിയെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ, അതുപോലെ തന്നെ അവയുടെ മേന്മകൾ എന്തെല്ലാമാണ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണെന്നും എഴുതുക. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യൽ മാപ്പ് ആൻഡ് ജോഗ്രഫിക്കൽ മാപ്പ്. സോഷ്യൽ മാപ്പ് അതായത് സാമൂഹ്യ ഭൂപടവും ജോഗ്രഫിക്കൽ മാപ്പായ ശാസ്ത്ര ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് സെൽഫ് റിഫ്ലെക്സിവിറ്റി? ഹൗ ഡസ് ഇറ്റ് ഹെൽപ്സ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച്? എന്താണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. അതായത് എന്താണ് സ്വയം പ്രതിപദനമെന്നും അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ റിസർച്ചിൽ ഇത് എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അതായത് വ്യക്തിഗത പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. സെക്കൻഡ് ചാപ്റ്റർ, ദ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ മൽത്യൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഫ്രം ദ മാർക്സിയൻ പെർസ്പെക്റ്റീവ്. അതായത് ജനസംഖ്യാ വളർച്ച സംബന്ധിച്ച മൽത്തൂസിയൻ സിദ്ധാന്തത്തെയും മാർക്സിയൻ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്താൻ ചോദിച്ചിട്ടുണ്ട്. ഇത് റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. അപ്പോൾ എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കമ്പയർ ദ തിയറി ഓഫ് ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ വിത്ത് മാൽത്യൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തത്തെ മാൽത്യൂസിയൻ സിദ്ധാന്തവുമായി താരതമ്യം ചെയ്തും പഠിച്ചിരിക്കണം. അതും മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ സ്റ്റേജ്. അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം ഏത് ഘട്ടത്തിലാണെന്നും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വർഷവും അതിന് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ്, 8 മാർക്കിന് ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സാമിൻ ദ കോസസ് ഓഫ് ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലിംഗാനുപാതം കുറഞ്ഞു വരുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ബർത്ത് റേറ്റ് എന്താണ്, ജനനനിരക്ക്, ഡെത്ത് റേറ്റ് എന്താണ്, മരണനിരക്ക്, അതുപോലെ ഫെർട്ടിലിറ്റി റേറ്റ് എന്താണ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി റേഷ്യോ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ്, ഡിഫൈൻ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ്. ഇൻ വാട്ട് വേ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു എ നേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ. അതായത് ജനസംഖ്യാ ലാഭവിഹിതം എന്താണെന്നും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇതൊരു രാജ്യത്തിന് ഗുണകരമാകുന്നതെന്നും പഠിച്ചിരിക്കണം. ഇന്ത്യയുടെ ജനസംഖ്യാ നയം എന്താണെന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, തേർഡ് ചാപ്റ്റർ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈബൽ കമ്മ്യൂണിറ്റി ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദിയർ അക്യൂർഡ് ട്രേറ്റ്സ്, എക്സ്പ്ലെയിൻ ആൻഡ് ക്രിട്ടിക്കലി അനലൈസ് ദ മെയിൻ സ്ട്രീം ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ട്രൈബൽസ് ഓഫ് ഇന്ത്യ. അതായത് ഗോത്ര സമുദായങ്ങളെ അവരുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളുടെ മുഖ്യധാര മനോഭാവം എന്തെല്ലാമാണെന്നും വിലയിരുത്തണം. അതും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇവാലുവേറ്റ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ്. ദേശീയ വികസനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗോത്ര വികസനം എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നും പഠിച്ചിരിക്കുക. മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പയർ പെർമനൻറ്റ് ട്രേറ്റ്സ് ആൻഡ് അസ്ക്രൈബ്ഡ് ട്രേറ്റ്സ് ഓഫ് ട്രൈബ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഗോത്രത്തിൻ്റെ സ്ഥിര സവിശേഷതകളും അതുപോലെ തന്നെ ആർജിത സവിശേഷതകളും എന്തെല്ലാമാണെന്ന് അവ താരതമ്യം ചെയ്ത് എഴുതാനും ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കുക. അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ്. അതായത് കാസ്റ്റിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ആൻഡ് എക്സ്റ്റൻഡഡ് ഫാമിലീസ്. അതായത് അണുകുടുംബവും അതുപോലെ എക്സ്റ്റൻഡഡ് ഫാമിലി എന്ന് വെച്ചാൽ വലിയ കുടുംബങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, ഫോർത്ത് ചാപ്റ്റർ, ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കമ്മോഡിഫിക്കേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്. അപ്പോൾ എന്താണ് കമ്മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് വസ്തുവൽക്കരണം എന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇൻവിസിബിൾ ഹാൻഡ് എന്ന ആശയം എന്താണ്, അദൃശ്യകരം എന്നാൽ എന്താണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലിബറലൈസേഷൻ ആൻഡ് അനലൈസ് ലിബറലൈസേഷൻ പോളിസി. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ മാർക്കറ്റ്, ചേഞ്ചസ് ഇൻ എക്കോണമി, ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ എന്താണ് ഉദാരവൽക്കരണം, അതുപോലെ ഉദാരവൽക്കരണത്തിൻ്റെ നയം എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇന്ത്യൻ വിപണിയിൽ സ്വാധീനം ചെലുത്തിയത്, അവിടുത്തെ മാർക്കറ്റൈസേഷൻ എങ്ങനെയാണ്, അവിടുത്തെ വിപണിവൽക്കരണം എങ്ങനെയായിരുന്നു, അതുപോലെ സാമ്പത്തിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, അപ്പം ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ വാട്ട് വേ എ മാർക്കറ്റ് സച്ച് ആസ് എ വീക്ക്ലി വില്ലേജ് മാർക്കറ്റ് ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലെയിൻ. അതായത് ഏത് രീതിയിലാണ് ഗ്രാമങ്ങളിലെ ആഴ്ച ചന്തകൾ, അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റുകൾ ഒരു സാമൂഹ്യ സ്ഥാപനമായി മാറുന്നത് എന്ന് വിശദീകരിക്കാനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൂടി ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതും നന്നായിട്ട് പഠിച്ചിരിക്കുക. 5th ചാപ്റ്റർ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. ഡിഫൈൻ ദ ടൈം സോഷ്യൽ ഇൻഇക്വാളിറ്റി, സോഷ്യൽ ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലേ. അപ്പം എന്താണ് സാമൂഹ്യ അസമത്വം അല്ലെങ്കിൽ സാമൂഹ്യ ബഹിഷ്കരണം എന്നാൽ എന്താണ്, അതുപോലെ തന്നെ സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ തത്വങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി എന്താണ്, തൊട്ടുകൂടായ്മ എന്തെല്ലാമാണെന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. പോയിന്റ് ഔട്ട് ദ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഡിഫറൻറ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ്, അനലൈസ് ദ റോൾ ഓഫ് സൊസൈറ്റി ഇൻ അഗ്രിവേറ്റിംഗ് ദ സിറ്റുവേഷൻ ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഫേസ്ഡ് ബൈ ദം. അതായത് ഭിന്നശേഷിയുള്ള കുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ അവർ അഭിമുഖീകരിക്കുന്ന സാമൂഹിക പുറന്തള്ളലിനെ ആഴപ്പെടുത്തുന്നതിൽ പൊതുസമൂഹത്തിനുള്ള പങ്ക് എന്തെല്ലാമാണെന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വച്ചിരിക്കുക. 6th ചാപ്റ്റർ, ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേം നേഷൻ സ്റ്റേറ്റ്, എക്സ്പ്ലെയിൻ ദ 3 ചാലഞ്ചസ് ഓഫ് നാഷണൽ ഇൻറ്റിഗ്രേഷൻ. അപ്പോൾ എന്താണ് നേഷൻ, എന്താണ് ദേശമെന്നും, എന്താണ് സ്റ്റേറ്റ്, എന്താണ് രാഷ്ട്രമെന്നും, അതുപോലെ തന്നെ നാഷണൽ ഇൻറ്റിഗ്രേഷൻ്റെ പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം കൂടി ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. എന്താണ് സാംസ്കാരിക വൈവിധ്യമെന്നും, ഇല്ലസ്ട്രേറ്റ് ദ ടഫ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ അവർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്. വാട്ട് ആർ യുവർ സജഷൻസ് ടു അക്കോമഡേറ്റ് ദ ഡൈവേഴ്സിറ്റി ഇൻ യുവർ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. എന്താണ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി എന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അത് പഠിക്കുക. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഇന്ത്യൻ മീനിങ് ഓഫ് സെക്യുലറിസം. എന്താണ് ഇന്ത്യയിൽ സെക്യുലറിസം കൊണ്ട് മീൻ ചെയ്യുന്നത്, അതായത് എന്താണ് മതനിരപേക്ഷത എന്ന് ഇന്ത്യയിൽ അർത്ഥമാക്കുന്നതെന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സോഷ്യോളജിയുടെ പാർട്ട് ബി ആണ്, സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ചാപ്റ്റർ, സ്ട്രക്ചറൽ ചേഞ്ച്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഓഫ് അർബൻ ഇമ്പാക്ട് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആർ സജസ്റ്റഡ് ബൈ MSA റാവു. അതായത് MSA റാവു നിർദ്ദേശിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ നഗര സ്വാധീനത്തിൻ്റെ വിവിധ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. എന്താണ് വ്യവസായവൽക്കരണം, അതുപോലെ തന്നെ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ അപവ്യവസായവൽക്കരണം എന്താണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ ലെഡ് ടു ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ സം സെക്ടേഴ്സ് ഇൻ ഇന്ത്യ സബ്സ്റ്റാൻഷിയേറ്റ്. അതായത് ഇന്ത്യയിലെ ചില മേഖലകളെ ബ്രിട്ടീഷ് വ്യവസായവൽക്കരണം അപവ്യവസായവൽക്കരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ അതിനെപ്പറ്റിയും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ, കൾച്ചറൽ ചേഞ്ച്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ വെസ്റ്റേണൈസേഷൻ. എന്താണ് പാശ്ചാത്യവൽക്കരണം, അതുപോലെ തന്നെ മോഡേണൈസേഷൻ ആധുനികവൽക്കരണം, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റൈസേഷൻ. എന്താണ് സംസ്കൃതവൽക്കരണമെന്നും സംസ്കൃതവൽക്കരണത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, തേർഡ് ചാപ്റ്റർ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആൻഡ് ദി ചേഞ്ചസ് ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് 73ാം ഭരണഘടന ഭേദഗതിയെക്കുറിച്ചും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിലെല്ലാം ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് പഞ്ചായത്ത് രാജ് ആസ് ആൻ ഐഡിയൽ പ്രാക്ടീസ് ഇൻ ഇന്ത്യ.
അപ്പം പഞ്ചായത്ത് രാജിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഐഡിയൽസ് ഓഫ് പഞ്ചായത്ത് രാജ്, അവരുടെ പവേഴ്സ് എന്തെല്ലാമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, അവരുടെ ആക്ച്വൽ പ്രാക്ടീസ് എന്തെല്ലാമാണെന്നൊക്കെ ചോദിക്കും. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പഞ്ചായത്ത് രാജിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ടേം റിസർവേഷൻ, എന്താണ് സംവരണം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് വാൻ പഞ്ചായത്ത് എന്താണ് എന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി പഠിക്കുക. നെക്സ്റ്റ് 4th ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ഗ്രീൻ റെവല്യൂഷൻ, എന്താണ് ഹരിത വിപ്ലവം എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്രിട്ടിക്കലി അനലൈസ് ദ സോഷ്യൽ കോൺസിക്വൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സ്ഥിരമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് കോൺട്രാക്ട് ഫാമിംഗ്, എന്താണ് കരാർ കൃഷി എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കാർഷിക വൃത്തിയുടെ വനിതാവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പഠിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ബിനാമി ട്രാൻസ്ഫർ, എന്താണ് ബിനാമി ട്രാൻസ്ഫർ, അതായത് ബിനാമി കൈമാറ്റം എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് സർക്കുലേഷൻ ഓഫ് ലേബർ, തൊഴിൽ ചംക്രമണം എന്താണെന്നും പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 5th ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹോം ബേസ്ഡ് വർക്ക്, ടൈം സ്ലേവറി, അലിയൻറ്റേഷൻ, റീറ്റെയിൽ ചെയിൻസ്, ട്രേഡ് യൂണിയൻ. അപ്പോൾ എന്താണ് ഹോം ബേസ്ഡ് വർക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം. ടൈം സ്ലേവറി എന്താണ്, അലിയൻറ്റേഷൻസ് എന്താണ്, റീറ്റെയിൽ ചെയിൻസ് എന്താണ്, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ എന്താണെന്നൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. 5 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വിത്ത് ദാറ്റ് ഓഫ് ദ കൊളോണിയൽ പീരിയഡ്, അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ വ്യവസായവൽക്കരണ പ്രക്രിയയെ കൊളോണിയൽ കാലഘട്ടത്തിലേതുമായി താരതമ്യം ചെയ്തെഴുതാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പം അതും നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: അനലൈസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് ഓഫ് 1982, അതായത് വ്യാവസായിക തർക്കങ്ങളെ 1982 ബോംബെ ടെക്സ്റ്റൈൽ സമരത്തിൻ്റെ പരിണത ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും പഠിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 സോഷ്യോളജിയുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.